ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതയുള്ള ഡിഗ്രി കോഴ്സുകളുമായി DePaul കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം DePaul ക്യാമ്പസിൽ BCA, BSW, BCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, BSc സൈക്കോളജി, BSc ഹോട്ടൽ മാനേജ്മെന്റ് തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കോളേജ്, പരിചയസമ്പന്നരായ അധ്യാപകർ, ജർമ്മൻ, ഫ്രഞ്ച് ഭാഷകളിൽ സൗജന്യ പഠനവും വിദേശ സർവകലാശാലകളിൽ തുടർ പഠനത്തിനുള്ള അവസരവും തൊഴിൽ ഉറപ്പുവരുത്തുന്ന ആഡ്-ഓൺ സർട്ടിഫിക്കേഷൻസ്. DePaul കോളേജ്, ഡിസാറ്റ്, നിലമ്പൂർ. ഫോർ അഡ്മിഷൻ ആൻഡ് ഡീറ്റെയിൽസ് call 8304033246. Visit www.disat.in. ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആചരിച്ച് നിലമ്പൂർ പ്രസ് ക്ലബ്. സ്കൂളുകളിൽ വൃക്ഷത്തൈ വിതരണം, കരിമ്പുഴ വനം ഗവേഷണ കേന്ദ്രത്തിലെ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ തൈനടിയിൽ എന്നിവ നടത്തി. ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ, കരിമ്പുഴ GLP സ്കൂൾ എന്നിവിടങ്ങളിലാണ് ഔഷധ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്ത് പരിസ്ഥിതി ദിന സന്ദേശം നൽകിയത്. ഗവൺമെന്റ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സുരേഷ് മോഹനൻ, ജനറൽ സെക്രട്ടറി വിനീത് മയ്യന്താനി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ തോമസ് കുട്ടി ചാലിയാർ, A. ഹാരിസ്, അംഗം യാസിർ അർഫാത്ത്, VK എന്നിവർ വിദ്യാർത്ഥികൾക്ക് തൈകൾ കൈമാറി. PTA പ്രസിഡന്റ് മുജീബ് പാറപ്പുറം അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ് സുരേഷ് മോഹൻ മുഖ്യപ്രഭാഷണവും. കൂടുതൽ നടക്കുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുകൂടിയാണ്. എന്തുകൊണ്ടായിരിക്കാം സ്കൂളുകളിൽ ഈ പരിപാടികൾ കൂടുതൽ നടക്കുന്നതെന്ന് ഓർത്തിട്ടുണ്ടോ നിങ്ങൾ? ഏതൊരു പദ്ധതിയും നടപ്പിലാക്കുന്നത് കുട്ടികളുടെ മുമ്പിലാകുമ്പോൾ അത് കുട്ടികളുടെ മനസ്സിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അത്തരം ഒരു ചിന്തയ്ക്ക് കാരണമാകുന്ന ഒരു വളം വെച്ചു കൊടുക്കുന്ന രീതിയിലായിട്ട് മാറിത്തീരുന്നത് കൊണ്ട് തന്നെ ഈ പരിസ്ഥിതി ബോധം ഏറ്റവും എളുപ്പത്തിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ പദ്ധതികൾ കൂടുതലും സ്കൂളുകളിൽ നടപ്പിലാക്കുന്നത്. മറ്റ് പൊതു ഇടങ്ങളിലും സാമൂഹിക സാംസ്കാരിക ക്ലബുകളിലും എല്ലാം ഇത്തരം പരിപാടികൾ നടക്കാറുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നത് നമ്മുടെ മേഖലയിൽ എന്നല്ല, കേരളത്തിൽ അല്ലെങ്കിൽ ലോകത്ത് തന്നെ ഏറ്റവും നന്നായിട്ട് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കി വരുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണ്. അത് ഈ ഒരു കാരണം കൊണ്ടുകൂടിയാണ് എളുപ്പത്തിൽ ഇത്തരം പദ്ധതികളെല്ലാം സ്വാംശീകരിക്കാൻ കഴിയുക കുട്ടികൾക്ക്. തോമസ് കുട്ടി ചാലിയാർ പരിസ്ഥിതി ദിന സന്ദേശവും നൽകി. നാളെ ഈ പരിസ്ഥിതിയെയും ഈ ഭൂമിയെയും ഇവിടുത്തെ സമൂഹത്തെയും സുരക്ഷിതമായി സംരക്ഷിക്കുവാനും അതിന് കരുതലേകാനും കഴിയുന്നത് ഇന്നത്തെ വിദ്യാർത്ഥികൾക്കാണ്. അതിനാൽ തന്നെ നമുക്കറിയാം, ഈ പരിസ്ഥിതി ദിനത്തിൽ കുട്ടികളെല്ലാം വലിയ സന്തോഷത്തിലാണ്. പക്ഷേ സന്തോഷം നിലനിൽക്കണമെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഒരുപക്ഷെ നിങ്ങളെ തന്നെയാവും. ഓരോ വ്യക്തിയും ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആദ്യം അവനവനെ തന്നെയാവും. രണ്ടാമത് മാത്രമേ മറ്റൊരാൾക്ക് ആ ജീവിതത്തിൽ സ്ഥാനം നൽകാൻ തയ്യാറാവും. ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ ഈ സ്കൂളിൽ നിന്ന് തരുന്ന ഒരു തൈ നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഇടങ്ങളിൽ ഒരു സ്ഥാനം നൽകി നിങ്ങളുടെ പേരിൽ തന്നെ വീട്ടുമുറ്റങ്ങളിൽ കുഴിച്ചിടുകയും രക്ഷിതാക്കളുടെയും നിങ്ങളുടെയും സഹകരണത്തോടു കൂടി അത് തളിർത്ത് വലുതാവുകയും ഈ മാനദേവൻ സ്കൂളിന്റെ മുമ്പിൽ നിൽക്കുന്ന മരങ്ങൾ പോലെ 1, 2, 3 വർഷങ്ങൾ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ വീട് മുറ്റങ്ങളിൽ തണലേകി നിൽക്കും. ശുദ്ധവായു നിങ്ങളുടെ വീടിന്റെ ഗേറ്റ് കടന്ന് സമ്പൂർണമായും നിങ്ങളുടെ വീട്ടിലേക്ക് എത്തും. SMC ചെയർമാൻ MK കടവത്ത്, സ്കൂൾ പ്രിൻസിപ്പൽ അനിൽ പീറ്റർ, VHSC പ്രിൻസിപ്പൽ N. റുക്കിയ, സുരേഷ് കണിയാമ്പറമ്പിൽ, സുൽഫീഖർ അലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പ്രധാനാധ്യാപകൻ അബ്ദുറഹിമാൻ MM സ്വാഗതവും പ്രസ് ക്ലബ് സെക്രട്ടറി വിനീത് മയ്യന്താനി നന്ദിയും പറഞ്ഞു. നമ്മൾ വലിയ മഴക്കാലങ്ങളെ നേരിട്ട ആളുകളാണ്. അപ്പൊ നേരത്തെ നമ്മുടെ ഇവിടെ പ്രസംഗിച്ച തോമസ് കുട്ടി അടക്കമുള്ള ആളുകൾ പറഞ്ഞ പോലെ മഴയൊക്കെ നമ്മുടെ മുമ്പിൽ ആദ്യമായി വരുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ദുരന്തങ്ങൾ അനുഭവിച്ചു. അപ്പൊ ഈ മഴ എങ്ങനെ പെയ്യുമ്പോൾ ഈ പരിസ്ഥിതി ദിനത്തിൽ ഒന്നുകൂടെ നമ്മൾ ഊട്ടിയുറപ്പിക്കുക, നമ്മളുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മളുടെ ജീവൻ നല്ല രീതിയിൽ സമൂഹത്തിൽ നിലനിൽക്കണം. കരിമ്പുഴ വനം ഗവേഷണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ ഈറങ്കോൽ തൈകൾ നട്ടുപിടിപ്പിച്ചു.
KFRI സയന്റിസ്റ്റ് ഇൻചാർജ് ഡോക്ടർ മല്ലികാർജുന സ്വാമി മുഖ്യ സന്ദേശം നൽകി. ഇന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ ജൂൺ 5-ാം തീയതി വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ആണ്. ഈ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ഭാഗമായിട്ട് നമ്മൾ സ്ഥാപനത്തിന് കുറച്ച് സ്കൂൾ കുട്ടികളെ വിളിച്ചിട്ട് അവർക്ക് ചെടികൾ വിതരണം ചെയ്തു. കൂടാതെ ഈ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ഭാഗമായിട്ട് നിലമ്പൂർ പ്രസ് ക്ലബിൻ്റെ ജോയിൻ്റ്ലി ഓർഗനൈസ് ചെയ്തിട്ട് നമ്മൾ ഒരു ജൻപ്ലാസം എറങ്കോൽ ജൻപ്ലാസമിലേക്ക് എറങ്കോലിൻ്റെ തൈകൾ നട്ട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് ഭാവിയിലേക്ക് നല്ല എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ഉള്ള ചെടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടെ പ്ലാന്റിംഗ് പ്രോഗ്രാം നടത്തിയിട്ടുണ്ട്. വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേ ഈ വർഷത്തെ തീം നോക്കുമ്പോൾ ഫോർ നേച്ചർ ആൻഡ് ഫോർ ഇതാണ് എൻവയോൺമെൻറ്റാണ്. ഇതിൽ മേജറായിട്ട് വരുന്നത് ഈ കൺസർവേഷനാണ്. ഈ കൺസർവേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഈ കൺസർവേഷൻ ഒരു പുതിയ മേഖലയൊന്നുമല്ല. ഇത് പണ്ടത്തെ ഈ ആൾക്കാർ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത് അത് നമ്മൾ അതിനെ കുറച്ചുകൂടി ട്യൂൺ ചെയ്തിട്ട് സംരക്ഷിക്കുന്നുണ്ട്. ഈ വേൾഡ് എൻവയോൺമെൻറ്റൽ ഡേയിൽ എല്ലാവരും ഒരുപാട് ചെടികൾ എടുത്തിട്ട് അത് നടും. നട്ടത് പോരാ, അതിനെ സംരക്ഷിക്കുന്നതും പിന്നെ അതിനെ പാലിക്കുന്നത്, അതൊക്കെ വെള്ളം വളം എല്ലാം കൊടുത്തിട്ട് അത് വളർത്തണം. ഈ സംരക്ഷണം കൺസർവേഷൻ ഇത് 2 തരത്തിലാണ്. ഇൻസിറ്റ് കൺസർവേഷൻ പിന്നെ എക്സിറ്റ് കൺസർവേഷൻ. എക്സിറ്റ് കൺസർവേഷനിൽ നമ്മൾ ചെടികൾ കൊണ്ടുവന്നിട്ട് അത് വേറെ സ്ഥലത്തിൽ അത് നട്ട് പിടിപ്പിച്ചും പിന്നെ അതിന് നമ്മൾ സംരക്ഷിക്കും, കൺസർവേഷൻ ചെയ്യും. ബട്ട് ഈ ഇൻസിറ്റ് കൺസർവേഷൻ അതത് സ്ഥലത്തിൽ അവിടേക്കുള്ള ചെടികൾ സംരക്ഷിക്കുന്നതാണ്. എക്സാമ്പിൾ ഈ നാഷണൽ പാർക്കിൽ നമ്മളൊന്നും ചെടികൾ കൊണ്ടുപോയിട്ട് അവിടെ നടന്നില്ല. അവിടെ ഉള്ള ചെടികളെ നമ്മൾ സംരക്ഷിക്കുന്നുണ്ട്. ജീവനക്കാരും തൊഴിലാളികളും പങ്കെടുത്തു. കരിമ്പുഴ GLP സ്കൂളിനും ഔഷധ ഫലവൃക്ഷ തൈകൾ വിതരണം ചെയ്തു. കുട്ടികൾ തൈകൾ ഏറ്റുവാങ്ങി. HM ഇൻചാർജ് ഫുലൻദേവി, അധ്യാപകരായ ഷഹലാസിനി, CGP, ഫസീല P എന്നിവർ പങ്കെടുത്തു. പരിപാടികൾക്ക് പ്രസ് ക്ലബ് ട്രഷറർ M സനോജ്, വൈസ് പ്രസിഡന്റ് സൈനുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറിമാരായ സമീർ പുളിക്കൽ, റിൻഷാദ് എന്നിവർ നേതൃത്വം നൽകി. N4 ന്യൂസ്, നിലമ്പൂർ. ആറ്റ്ലസ് സന്ദർശിക്കുന്ന എല്ലാ സ്കൂൾ കുട്ടികൾക്കും 12 സ്കെച്ച് പെൻ, പെൻസിൽ, കട്ടർ, എറേസർ എന്നിവ സമ്മാനം. ആറ്റ്ലസ് ഒരുക്കുന്നു കുട്ടികൾക്കായി കിടിലൻ ഓഫറുകൾ. ക്ലാസ്സിൽ മാസാവാം. ആറ്റ്ലസിനൊപ്പം സ്കൂൾ ബാഗുകൾ വാറന്റിയോട് കൂടി മാത്രം. സ്കൂൾ ബാഗുകൾ വാങ്ങുമ്പോൾ 3 കാമലിൻ നോട്ട്ബുക്ക് സൗജന്യം. 10 സ്കൂൾ കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ 10 ടാറ്റ ന്യൂട്രോൺ സൈക്കിളുകൾ സമ്മാനമായി നേടാം. 10 നോട്ട്ബുക്കുകൾ വാങ്ങുമ്പോൾ 12 നോട്ട്ബുക്ക് സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 22 നോട്ട്ബുക്കുകൾ. 5 കാമലിൻ നോട്ട്ബുക്ക് വാങ്ങുമ്പോൾ 3 എണ്ണം സൗജന്യം. നിങ്ങൾക്ക് ലഭിക്കുന്നു 8 നോട്ട്ബുക്കുകൾ. സ്കൂബി ഡേ ബാഗുകൾക്ക് 15% ഓഫർ. കൂടാതെ ഒരു ക്യാച്ച് ബോൾ സൗജന്യമായി നേടാം. നഴ്സറി ബാഗുകൾ 99 രൂപയ്ക്ക് സ്വന്തമാക്കാം. ബ്രാൻഡഡ് പെൻസിൽ ബോക്സ് പൗച്ച് 19 രൂപ മുതൽ. കുട്ടികളുടെ സിംഗിൾ ഫോൾഡ് കുടകൾ 99 രൂപയ്ക്ക്, 3 ഫോൾഡ് കുടകൾ 199 രൂപയ്ക്ക്, പോഞ്ചോ റെയിൻകോട്ടുകൾ 49 രൂപയ്ക്ക്, ബ്രാൻഡഡ് ക്വാളിറ്റി റെയിൻകോട്ടുകൾ 99 രൂപ മുതൽ. ഡോംസ് കളർ കാൻഡി പെൻസിൽ 10 എണ്ണം പകുതി വിലയ്ക്ക്. കാമലിൻ ഇൻസ്ട്രുമെന്റ് ബോക്സ് 30% വിലക്കുറവിൽ സ്വന്തമാക്കാം. കൂടാതെ ഗേൾസ് ആൻഡ് ബോയ്സ് ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും. ഇനി കുട്ടികൾ മാസായി ക്ലാസ്സിലേക്ക്. അറ്റ്ലസ് ഫാഷൻ. +2 ശേഷം 100% ജോലി ഉറപ്പാക്കുന്ന ഒരു കോഴ്സ് തിരയുകയല്ലേ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഹെൽത്ത് കെയർ മേഖലയിലേക്ക് ഒരു നല്ല അവസരം ഇപ്പോൾ തുറന്നിരിക്കുന്നു. 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കും. കോഴ്സ് കഴിഞ്ഞയുടൻ തന്നെ 15,000 രൂപ സാലറിയും ഇന്റേൺഷിപ്പും ഉറപ്പാക്കും. GNM, BSc MLT, DPharm, DMLT, AT&OT, നഴ്സിംഗ്, ANM, ഫാർമസി അസിസ്റ്റന്റ്, ഇമേജിംഗ് ടെക്നോളജി, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി തിരഞ്ഞെടുക്കാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകൾ. SSLC അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ അപേക്ഷിക്കാം. കുറഞ്ഞ ഫീസോടെ മാസതവണകളിലും പഠിക്കാം. ഓൺലൈൻ ക്ലാസ് ഓപ്ഷനും ലഭ്യമാണ്. കോഴ്സ് പൂർത്തിയാക്കിയാൽ ട്രെയിനിംഗ് പ്ലസ് പ്ലേസ്മെന്റ് ലഭിക്കുന്ന രീതിയിലാണ് പ്രോഗ്രാം ഒരുക്കിയിരിക്കുന്നത്. ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് ഒരു സെക്യൂർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു തുടക്കമാവാം. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻ ബൈ ഷോപ്പിംഗ് വെഡിങ്. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം.
PG മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ VK റോഡ് നിലമ്പൂർ.